പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ ആയുസ്സും ആരോഗ്യവും അനുകൂലമായ സാഹചര്യവും തന്ന ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യമാണ് ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഈ ഒരു വേദഭാഗം ഇന്ന് ധ്യാനിച്ച് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ ഒന്ന് പരിശോധിച്ചു പോകുമ്പോൾ, ആ കാലത്ത് ഹെരോദാ രാജാവ് വിശ്വാസികളെ പീഡിപ്പിക്കുവാൻ കൈനീട്ടി യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ പത്രോശീഹായെയും അവൻ തടവിലാക്കി. ആ സമയം പുളിപ്പില്ലാത്ത പെരുന്നാളിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് പെസഹ കഴിഞ്ഞിട്ട് പത്രോസിനെ ജനത്തിൻ്റെ മുമ്പാകെ നിർത്തുവാനും വിചാരണ ചെയ്യുവാനും ശിക്ഷിക്കുവാനുമെല്ലാം പദ്ധതിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പത്രോശീഹായെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. 5-ാം വാക്യം പ്രകാരം പറയുന്നു, പത്രോശീഹ തടവിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന്. പത്രോശീഹായുടെ തടവിനെക്കുറിച്ച് അവിടെ പറയുകയാണ്. അത് വലിയൊരു കാരാഗ്രഹമായിരുന്നു, ഇരുണ്ട കാരാഗ്രഹമായിരുന്നു. ഒരിറ്റു പ്രകാശം പോലും അവിടെ കടന്നു ചെല്ലില്ലായിരുന്നു. കൈകളിലും കാലുകളിലും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 ചേവകർ അപ്പുറത്തും ഇപ്പുറത്തും കാവൽ ചെയ്യുന്നവരായി പത്രോശീഹായെ അവിടെ തടവിലാക്കിയിരിക്കുമ്പോൾ പുറത്ത് 4 ചേവകരുള്ളതായ 4 കൂട്ടങ്ങളെ കാവൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതും പോരാ, 1-ാം കാവലുണ്ട്, 2-ാം കാവലുണ്ട്. അതിനപ്പുറത്തായി പ്രധാന വീതിയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായി വലിയൊരു ഇരുമ്പ് വാതിൽ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പത്രോശീഹ ബന്ധനത്തിലായിരുന്നപ്പോൾ അവൻ ശാന്തമായി കിടന്നുറങ്ങുന്ന സമയത്താണ് ദൂതൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷനാകുന്നത്. പെട്ടെന്ന് അറയിൽ വെളിച്ചം പ്രകാശിക്കുകയാണ്. ദൂതൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തുന്നു. അവൻ ചാടി എഴുന്നേൽക്കുന്നു. ചാടി എഴുന്നേൽക്കുമ്പോൾ തന്നെ കൈകാലുകളിലെ ചങ്ങലകൾ താഴേക്ക് വീണു പോവുകയാണ്. നിന്റെ ചെരുപ്പിടുക, അരകെട്ടി മുറുക്കുക, നിന്റെ വസ്ത്രം പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് ദൂതൻ ആവശ്യപ്പെട്ടപ്പോൾ പത്രോശീഹ അത് യഥാർത്ഥമാണോ സ്വപ്നമാണോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ദൂതൻ്റെ പിന്നാലെ യാത്രയാകുമ്പോൾ പിന്നീട് കാണുന്നത് അവർ 1-ാം കാവലും 2-ാം കാവലും കടന്നുപോയി. അതിനുശേഷം ആ പ്രധാന വീതിയിലേക്ക് പ്രവേശിക്കും മുമ്പായുള്ളതായ വലിയ ഇരുമ്പ് വാതിൽ അവർക്ക് വേണ്ടി സ്വതവേ തുറന്നു എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് തെരുവിലേക്ക് കടന്നു ചെന്നപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പത്രോശീഹായ്ക്ക് സുബോധം വന്നുകൊണ്ട് പത്രോശീഹ ചിന്തിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും ഹെരോദാ രാജാവിൻ്റെ ബന്ധനത്തിൽ നിന്നും കർത്താവിൻ്റെ ദൂതൻ എന്നെ രക്ഷിച്ചു എന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യഹൂദ ജനങ്ങളുടെ പ്രതീക്ഷയിൽ നിന്നും ഹെരോദാ രാജാവിൻ്റെ ബന്ധനത്തിൽ നിന്നും നീതിസൂര്യനാകുന്ന യേശുക്രിസ്തു അറയിൽ വെളിച്ചവുമായി കടന്നുവെന്ന് അവനെ രക്ഷിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇവിടെ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ആ കാലത്ത് ഹെരോദാ രാജാക്കന്മാരിൽ ഒരുവനായിരുന്ന അഗ്രിപ്പാ 1-ാമൻ രാജാവിൻ്റെ കാലഘട്ടമായിരുന്നു. ഈ അഗ്രിപ്പാ 1-ാമൻ രാജാവ് നിഷ്ഠൂരനായിരുന്ന രാജാവായിരുന്നു. അനേകം വിശ്വാസികളെ പീഡിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത്. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പത്രോസിനെയും അവൻ തടവിലാക്കുകയാണ്. പത്രോശീഹായെ തടവിലാക്കിയിരിക്കുന്നു, ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് പത്രോസിനെ ജനത്തിന് മുമ്പാകെ വിചാരണ ചെയ്യുവാനും അവനെ കൊല്ലുവാനും പദ്ധതിയിട്ടിരിക്കുമ്പോൾ പത്രോശീഹ യാതൊരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ ഒരു തടവിൽ പത്രോശീഹായെ അഗ്രിപ്പാ 1-ാമൻ രാജാവ് ഹെരോദാ രാജാവ് ആക്കി വെച്ചിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് നമുക്കിവിടെ ബോധ്യമാവുകയാണ്. പ്രിയ വിശ്വാസികളെ, ഈ സമയത്ത് അവിടെ നാം ഇന്ന് ചിന്തിക്കേണ്ട കാര്യം, ഇന്ന് അനേകം ആളുകളും അനേകം വിശ്വാസികളും അനേകം ഭവനങ്ങളും ഇന്ന് പല പല ബന്ധനത്താൽ വീർപ്പുമുട്ടി മനോവിഷമത്തോടെ
നാളെക്കുറിച്ചുള്ള ആകുലങ്ങളും ഭാരങ്ങളുമായിട്ട് ജീവിതത്തിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ഒത്തിരി ആളുകളെ ഈ നാളുകളിൽ പരിചയപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. പലരും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തത്? പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്നില്ല, ഞാൻ ചില പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് ആരും അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഏതൊക്കെയാണ് ബന്ധനങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ അത് മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങളാകാം, പുകവലിയുടെ ബന്ധനങ്ങളാകാം, ചീട്ടുകളിയുടെ ബന്ധനങ്ങളാകാം, വിവാഹേതര ബന്ധങ്ങളുടെയും വിവാഹപൂർവ്വബന്ധങ്ങളുടെയും ബന്ധനങ്ങളായിരിക്കാം, പ്രണയബന്ധങ്ങളുടെ ബന്ധനങ്ങളായിരിക്കാം, അഹങ്കാരത്തിൻ്റെയും പ്രാർത്ഥനയില്ലായ്മയുടെയും വിനയമില്ലായ്മയുടെയും ബന്ധനങ്ങളായിരിക്കാം, മന്ത്രവാദത്തിൻ്റെയും ഗൂഢത്വത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ബന്ധനങ്ങളായിരിക്കാം. ഇങ്ങനെ പല പല ബന്ധനങ്ങളും അകപ്പെട്ടുകൊണ്ട് അനേകം ആളുകൾ ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശാന്തിയും സമാധാനവും ഇല്ലാതെ വീർപ്പുമുട്ടി ആളുകൾ മുന്നോട്ട് പോവുകയാണ്. പലരുടെയും ജീവിതത്തിൽ നിരാശ മൂടിയിരിക്കുകയാണ്. പലരുടെയും ജീവിതങ്ങൾ കൂമ്പടഞ്ഞു പോയ ജീവിതങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാകുന്ന ഇരുമ്പുവാതിലുകൾ നിൽക്കുകയാണല്ലോ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രാവശ്യം ധ്യാനം കൂടിയിട്ടും എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല, ആ വലിയ ഇരുമ്പുവാതിലാകുന്ന തടസ്സങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ, രോഗം മാറുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല, കടഭാരങ്ങൾ മാറുന്നില്ല, എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് അല്പമൊന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, അവിടെ നാം കാണുന്നത് 5-ാം വാക്യം പറയുന്നത്, പത്രോശീഹ ബന്ധനത്തിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥന എപ്രകാരമുണ്ട്? അത് ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന്. അവർ മാനുഷ്യ കൽപ്പനകൾ ചൊല്ലിത്തീർക്കുകയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പലരുടെയും പ്രാർത്ഥന കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട്. കാരണം പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് തീർക്കണമെന്നുള്ളതായ ഒരു ബോധ്യത്തോടു കൂടിയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ പ്രയോജനമുണ്ടോ? പൂർവികരായിരുന്ന നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധാത്മ നിറവിൽ നിന്ന് വിശുദ്ധ ബൈബിളിൽ നടത്തിയെടുത്തതായ വേദഭാഗങ്ങളെല്ലാം മനോഹരമായി പ്രാർത്ഥനയായി ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്നിരിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെൻ്റെ അപ്പനോടാണ്, സ്വർഗത്തിലെ അപ്പനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതായ ആ വിശ്വാസം നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയായിരിക്കും. അത് ജൽപ്പനങ്ങളായി മാറുകയില്ല. എന്നാൽ ഇന്ന് പലരുടെയും പ്രാർത്ഥന ജൽപ്പനങ്ങളായി മാറുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ച് തീർക്കണമല്ലോ എന്നുള്ളതായ പ്രാർത്ഥനയോടെ ആര് പ്രാർത്ഥിച്ചാലും അതിന് പ്രതിഫലം കിട്ടുകയില്ല. തന്നെയുമല്ല, അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടാകണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും പ്രാർത്ഥിച്ചാൽ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് നമ്മോട് പറയുമ്പോൾ നാം ചിന്തിക്കണം, ഞാൻ എൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളതായ വിശ്വാസമുണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവത്തോടാണ് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് എൻ്റെ യേശു എനിക്കാരാണ്, അവൻ സത്യദൈവമാണ് എന്നുള്ളതായ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ആ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. ദൈവജനമേ, അങ്ങനെ വിശ്വാസത്തോടെ ആ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും വചനം കേട്ടുകൊണ്ട് വിശ്വാസത്തിൽ നാം ഉറച്ച് മുന്നോട്ട് പോകണം. വിവാഹ കുദാശയിൽ മനോഹരമായ ഗീതഭാഗമുണ്ടല്ലോ, നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ
കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേൻ. നാളുകളും മാസങ്ങളും ആണ്ടുകളും അബ്ദങ്ങളും ഞാൻ പാപത്തിൻ്റെ ഇരുളിൽ പോക്കിയവനാണ്. എന്നാൽ നിന്റെ ജീവൻ്റെ ധ്വനി കേട്ടപ്പോൾ, നിന്റെ വചനം കേട്ടപ്പോൾ എൻ്റെ അകക്കണ്ണ് തുറന്നു, ഞാൻ എൻ്റെ ഹൃദയം ആനന്ദിച്ചു എന്നാണ് നാം ഇപ്പോൾ പാടിയത്. പ്രിയ സഹോദരങ്ങളെ, അപ്രകാരം ദൈവത്തിൻ്റെ വചനം കേട്ട് നാം കണ്ണുനീരോടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നിരിക്കുന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നിരിക്കുന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. ഇന്ന് ഞാനും നിങ്ങളും പാപത്തിൻ്റെ ഇരുളിൽ മൂടിക്കിടക്കുന്നവരായി മുന്നോട്ട് പോകുമ്പോൾ, പാപം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്ന് മുന്നോട്ട് പോകുമ്പോൾ, വചനം കേട്ട് മനസ്സാന്തരപ്പെട്ടവരായി, മനം തകർന്നവരായി, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ പാപഭാരങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാം നമ്മുടെ ദൈവത്തോട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവിടെ പറയുന്നു സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി, പത്രോസിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന്. ശ്രദ്ധയോടുകൂടിയുള്ളതായ പ്രാർത്ഥന, ആ ദൈവത്തോടുള്ളതായ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മറുപടി നൽകുന്ന ദൈവമാണ്. വീണ്ടും സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമുക്ക് എങ്ങനെയായിരിക്കണം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭൂമിയിൽ നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആ പ്രാർത്ഥന കേൾക്കുമെന്ന് യേശുക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയിൽ ഐകമത്യമുണ്ടോ? യോജിപ്പിൻ്റെ പ്രാർത്ഥനയാണോ? പലപ്പോഴും ആകുന്നില്ല. ഈ നാളുകളിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ അനേക വർഷങ്ങളെല്ലാം ജോലി ചെയ്തവരാണ്, മനോഹരമായ വീടുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് അവരെല്ലാം കുറച്ച് പ്രായമായി, 65 വയസ്സെല്ലാം ആയിരിക്കുന്നു. അവർ പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം, അവിടുത്തെ വീട്ടിലെ ആ ദമ്പതിമാർ പറഞ്ഞ കാര്യം സങ്കടത്തോടെയാണ് കേട്ടത്. കഴിഞ്ഞ അനേകം വർഷങ്ങളായി ഇതാ അവർ 2 പേരും ആ വീട്ടിൽ താമസിക്കുന്നു. പക്ഷേ 2 പേരും കിടന്നുറങ്ങുന്നത് 2 മുറികളിലാണ് എന്ന്. ഭർത്താവും ഭാര്യയും കിടന്ന് ഉറങ്ങുന്നത് ഒരു വീട്ടിലാണ്, പക്ഷേ ഒരു ബെഡ്റൂമിലല്ല, ഒരു കിടക്കയിലല്ല, 2 ബെഡ്റൂമുകളിൽ കിടന്നുറങ്ങുന്നു എന്നുള്ളതായ ഖേദകരമായ കാര്യമാണ് പങ്കുവച്ചത്. സംസാരം കുറവാണ്. ഭാര്യ ഭക്ഷണം അവിടെ കൊണ്ടുവയ്ക്കും മേശപ്പുറത്ത്, ഭർത്താവ് കഴിക്കും. സംസാരം വളരെ കുറവാണ്, സന്തോഷമില്ല, സമാധാനമില്ല. ആ 2 പേരും വർഷങ്ങളായി കിടന്നുറങ്ങുന്നത് 2 മുറികളിലാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ഇങ്ങനെ അനേകം ഭവനങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കും പിണക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മക്കളുമായി വഴക്കാണ്, യോജിപ്പില്ല, പൊരുത്തമില്ല. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പിണക്കമാണ്. യോജിപ്പില്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമുണ്ടാകില്ല. സഹോദരങ്ങളെ, ഒരുമിച്ച് യോജിപ്പിച്ചോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ആ പ്രിയപ്പെട്ട ദമ്പതിമാരെ ഒരു ധ്യാനത്തിന് പറഞ്ഞു വിട്ടു കേട്ടോ. ധ്യാനം കൂടി മടങ്ങി വന്നപ്പോൾ സന്തോഷമായി. ഇന്ന് ആ ദമ്പതിമാർ ഒരുമിച്ച് ആ ഒരേ വീട്ടിൽ തന്നെ ഒരേ മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇപ്രകാരം ആരെങ്കിലുമെല്ലാം ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ലേ? പോരാ, വീണ്ടും നമുക്ക് ആ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ആദ്യം കുറിവാക്യമായി വായിച്ചു കേട്ടത്, കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായപ്പോൾ തന്നെ അറയിൽ വെളിച്ചം പ്രകാശിക്കുകയാണ്. അറയിൽ വെളിച്ചം പ്രകാശിച്ചു. അവിടെ ദൂതൻ പ്രത്യക്ഷനായപ്പോൾ വെളിച്ചം പ്രകാശിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ യേശുക്രിസ്തുവാകുന്ന പ്രകാശമുണ്ടോ? പലപ്പോഴും ഇല്ല എന്നുള്ളതാണല്ലോ വാസ്തവം. ഞാനൊരു കഥ വായിക്കുവാനിടയായി. ഒരിക്കൽ ഒരു മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ട്, സന്ധ്യാസമയമാണ്, ഇലക്ട്രിക് പോസ്റ്റിൽ ബൾബുണ്ട്, ലൈറ്റുണ്ട്, വെളിച്ചമുണ്ട്. ആ പോസ്റ്റിൻ്റെ ചുവട്ടിലായിട്ട് ഒരു മനുഷ്യൻ എന്തോ തിരയുന്നത് കാണുവാനിടയായി. ഇയാൾ ചോദിച്ചു, സഹോദരൻ, എന്താണ് അന്വേഷിക്കുന്നത്? എന്താണ് തിരയുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ താക്കോൽ കളഞ്ഞുപോയി, അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അങ്ങോട്ട് നടന്നുപോയി.
അപ്പുറത്തൊരു കടയിൽ പോയതാണ്. അവിടെ പോയി തിരിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ട് ആ ആദ്യം കണ്ടതായ വ്യക്തി വീണ്ടും അവിടെ തന്നെ ഈ താക്കോൽ തിരഞ്ഞുകൊണ്ട് അവിടെ നടക്കുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ഒരു അരമണിക്കൂറായല്ലോ, ഞാൻ അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ട് ഈ സമയമായിട്ടും താങ്കളുടെ താക്കോൽ കിട്ടിയില്ലേ, താക്കോൽ കളഞ്ഞു പോയത് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല സഹോദര, ഇതുവരെയും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒന്നുകൂടി ചോദിച്ചു, അല്ല ആട്ടെ, ഇവിടെ തന്നെയാണോ താക്കോൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, എൻ്റെ താക്കോൽ കളഞ്ഞു പോയത് ഇവിടെയല്ല, എൻ്റെ വീട്ടിനുള്ളിലാണ്, പിന്നെ എന്തിനാണ് താങ്കൾ ഇവിടെ നോക്കുന്നത്? ഈ മനുഷ്യൻ മറുപടി പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ആ മുറിയിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചമുള്ളതായ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ടിൽ വന്ന് അന്വേഷിക്കുകയാണ് എന്ന് പറയുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണമേ, നമ്മുടെ വീടിനുള്ളിൽ യേശുക്രിസ്തുവാകുന്ന പ്രകാശമില്ല എങ്കിൽ, അവിടെ സ്നേഹവും സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിച്ചമാണെന്ന് കരുതി മറ്റു പല അന്ധകാരത്തിൻ്റെ ശക്തികളിലൂടെയിലേക്കും കടന്നു പോകുവാനിടയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ പത്രത്തിൽ വന്നതായ ലേഖന പരമ്പര വായിച്ചപ്പോൾ, സൈബർ ലോകത്തിലെ ചതിക്കുഴികളെക്കുറിച്ചുള്ളതായ ലേഖന പരമ്പര വായിച്ചപ്പോൾ അവിടെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ചതിക്കുഴികളിലേക്ക്, പ്രത്യേകിച്ച് സൈബർ ലോകത്തെ ചതിക്കുഴികളിലേക്ക് പോകുന്നത് എന്നവിടെ വ്യക്തമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? സന്ധ്യാസമയമായി, പിതാവ് ജോലി കഴിഞ്ഞു വന്നു, പക്ഷേ പിതാവിന് മക്കളോട് സംസാരിക്കുവാൻ സമയമില്ല. അവിടുത്തെ ഗ്രഹനാഥൻ ഒരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഔദ്യോഗിക കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രഹസ്യമായ കാര്യങ്ങളായിരിക്കാം. അമ്മ എവിടെയാണ്? അമ്മ ഒരുപക്ഷെ അടുക്കളയിൽ പാചകം ചെയ്യുകയായിരിക്കും, പക്ഷേ അന്നേരവും മൊബൈൽ ഫോൺ ചെവിയിലാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആണ്, അതുമല്ലെങ്കിൽ ടി വിയിൽ സീരിയൽ കണ്ടുകൊണ്ട് രസിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. മക്കളോട് സംസാരിക്കുവാൻ അപ്പനും അമ്മയ്ക്കും സമയമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? തൻ്റെ മുറിയിലേക്ക് കയറും, അവിടെ വാതിലടയ്ക്കും, സൈബർ ലോകത്തിലെ ഇൻ്റർനെറ്റിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ആസക്തികളിലേക്ക് അടിമകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അവിടെ വെളിച്ചമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്ഷണിക്കാം സഹോദരങ്ങളെ. ഒരുമിച്ചുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. വീണ്ടും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന് 10-11 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും എല്ലാം മുഴങ്കാലൊക്കെയും അടങ്ങുകയും യേശു മാത്രമാണ് ഏക കർത്താവെന്ന് എല്ലാവരും പറയുമെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ലോകപ്രശസ്ത സുവിശേഷകനായിരുന്ന D.L. മോഡി, അദ്ദേഹം ലോകപ്രശസ്ത സുവിശേഷനായിരുന്നു. അദ്ദേഹം മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോകം പിന്നീട് അറിഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം സ്വന്തമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായി ഭൗതിക നേട്ടങ്ങളൊന്നും സമ്പാദിച്ചിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു പഴയ പായയായിരുന്നു. ആ പഴയ കീറിപ്പോയിരുന്നു. അദ്ദേഹം മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആ പഴയ പായ കീറിപ്പോയിരുന്നുവെന്ന്. പ്രിയ ദൈവജനമേ, നമ്മുടെ വീടുകളിൽ ഒരു പായയുണ്ടോ? ആ പായയിൽ വീട്ടിലെല്ലാവരും ചേർന്ന് ഐകമത്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. എന്നും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. ബൈബിൾ എന്നും ഓരോ അധ്യായം എല്ലാവരും വായിക്കണം. തുടർന്ന് നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചതായ യാമപ്രാർത്ഥന എല്ലാവരും നിന്നുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞുകൊണ്ട്, ചൊല്ലിത്തീർക്കാതെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഹൃദയത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതിലെല്ലാം കഴിഞ്ഞ് എല്ലാവരും മുട്ടുമടക്കി നന്ദി പറയണം. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് ഒരുമിച്ച് ആഗമത്വത്തോടു കൂടി പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. സഹോദരങ്ങളെ, ഈ മുട്ടുമടക്കി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു സംഭവം ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം. എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് അസുഖമായിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതായ ഒരു കുടുംബം എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞതായ ഒരു കാര്യമാണ്. അവിടെ സഹോദരങ്ങളെ, ഒരു 4.5 വയസ്സുകാരനെ ക്യാൻസർ രോഗമായി, ബ്ലഡ് ക്യാൻസർ ബാധിച്ചുകൊണ്ട് ആ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ കുഞ്ഞിന് കീമോ എടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. അവരൊരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ചികിത്സ ആരംഭിക്കുകയാണ്. 1-ാം ദിനം കടന്നു ചെന്നപ്പോൾ കുഞ്ഞിന് കീമോ എടുത്ത് വലിയ ബുദ്ധിമുട്ടായി. പിന്നീട് വീണ്ടും അവർ
അവർ നിർദ്ദേശിച്ചതായ ആ രണ്ടാമത്തെ ഡോസ് എടുക്കുവാൻ, കീമോ എടുക്കുവാനായിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അവർ കടന്നു ചെന്നു. രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് 9 മണിയോടുകൂടി ആ കീമോ എടുത്തെല്ലാം കഴിഞ്ഞ് വാടക വീട്ടിൽ അവർ തിരിച്ചെത്തി. ശക്തമായ ചൂടാണല്ലോ ആ പ്രദേശത്തുള്ളത്. ആ കുഞ്ഞിനന്ന് വലിയ അസ്വസ്ഥതയും വേദനയും പ്രയാസവും എല്ലാം അനുഭവപ്പെടുകയാണ്. അന്ന് പകൽക്കാലം ഈ കുഞ്ഞ് ഒരു ശകലം പോലും ഭക്ഷണം കഴിച്ചില്ല. ആ കുഞ്ഞിന് കിടന്നുറങ്ങുവാൻ സാധിച്ചില്ല. കുഞ്ഞ് വലിയ നിലവിളിയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും വളരെ സങ്കടത്തോടുകൂടി കുഞ്ഞിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരം സന്ധ്യയായി ഒരു 9 മണി സമയമായപ്പോഴാണ് ആ കുഞ്ഞ് ഒന്ന് കിടന്നുറങ്ങിയത്. കുഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അപ്പനും അമ്മയ്ക്കും ആശ്വാസമായി. സഹോദരങ്ങളെ കേൾക്കണമോ, ആ കുഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അവർക്കന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. 4 വയസ്സുകാരനാണ്, ബ്ലഡ് ക്യാൻസർ പിടിച്ചതായ കുഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കന്മാർ അന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ആ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കടന്നു ചെന്ന് ഒരു പായിട്ട് രണ്ടുപേരും മുട്ടുമടക്കി മുഴങ്കാൽ മടക്കി രണ്ടുപേരും കരം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിശക്തമായ പ്രാർത്ഥന ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. യേശുവേ, നിനക്ക് ഹിതമാകുന്നുവെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വേദനയെങ്കിലും ഒന്ന് മാറ്റിത്തരണമേ എന്ന്. സഹോദരങ്ങളെ, 34-ാം സങ്കീർത്തനം പറയുന്നുവല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന്. 51-ാം സങ്കീർത്തനം അതിന് 17-ാം വാക്യം പറയുന്നു, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല എന്ന്. ആ പ്രാർത്ഥന കണ്ണുനീരിൻ്റെ, ഹൃദയം തകർന്ന, ഹൃദയം നുറുങ്ങിയതായ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന നീണ്ട് പോയി. സഹോദരങ്ങളെ കേൾക്കണമോ, രാത്രി 12 മണി, 2 മണിയായി, 4 മണിയായപ്പോൾ ആ കുഞ്ഞ്, അവരുടെ പ്രാർത്ഥന നിന്നുപോയിരുന്നില്ല. 4 മണിയായപ്പോൾ കുഞ്ഞ് അടുത്ത മുറിയിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. വേഗം എഴുന്നേറ്റ് ചെന്നപ്പോൾ കുഞ്ഞ് ആരോടോ സംസാരിക്കുന്നുണ്ട്. മോനെ, നീ ആരോടോ സംസാരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാനൊരു വെല്ലിപ്പച്ചനോടാണ് സംസാരിച്ചത്. വെല്ലിപ്പച്ചൻ എവിടെയാണ്? പപ്പയും മമ്മിയും വന്നപ്പോഴുണ്ട്. ആ വെല്ലിപ്പച്ചൻ ഇതാ ദൂരേക്ക് ദേണ്ട പറന്നുപോയി എന്ന് ആ കുഞ്ഞ് പറയുകയാണ്. ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു വെല്ലിപ്പച്ചൻ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. നീണ്ട താടിയും മുടിയും ഉണ്ടായിരുന്നു, മുഖം നല്ല ശോഭിച്ചിരുന്നു. ആ വെല്ലിപ്പച്ചൻ ചോദിച്ചു, മോനെ, നിനക്കെന്താണ് അസുഖം? എനിക്ക് സുഖമില്ല അപ്പച്ച. എവിടെയാണ് അസുഖം? എൻ്റെ വയർഭാഗത്താണ്. ആ വെല്ലിപ്പച്ചൻ്റെ കരം എൻ്റെ വയർഭാഗത്ത് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ ആ വെല്ലിപ്പച്ചൻ്റെ കയ്യിൽ ആണിയടിച്ച പാടുണ്ടായിരുന്നുവെന്ന്. ആ അപ്പനും അമ്മയ്ക്കും സന്തോഷമായി. അവർ വീണ്ടും മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ആശുപത്രി ചെന്ന് ഡോക്ടർമാർ ഇവരെല്ലാം പറഞ്ഞപ്പോൾ അവർ വീണ്ടും പരിശോധിച്ചപ്പോൾ റിസൾട്ടും സന്തോഷമായി. ആ ഡോക്ടർമാർ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ യാതൊരു അസുഖം പോലുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ മുട്ടുമടക്കി മുഴങ്കാൽ മടക്കി ഒരുമയോടെ ഐകമത്യത്തോടെ ഒരേ മനസ്സോടെ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമാണ് ഒരു വെല്ലിപ്പിച്ച രൂപത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കിയതെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, മനമുരുമുകി നമ്മൾ ഒരുമയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കർത്താവിന് ദൂതൻ അവിടെ പ്രത്യക്ഷനായത്. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യക്ഷപ്പെട്ട് വെളിച്ചം പ്രകാശിച്ചു പോരാ. ഇതാ അവൻ വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. ബന്ധനം അഴിഞ്ഞു പോവുകയാണ്. ചെരുപ്പിട്ടുകൊണ്ട്, വസ്ത്രം പൊതിച്ചുകൊണ്ട്, അരകെട്ടി മുറുക്കിക്കൊണ്ട്, ദൂതൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് പത്രോസ് അവൻ്റെ പിന്നാലെ യാത്രയായപ്പോൾ 1-ാം കാവലും 2-ാം കാവലും എല്ലാം നിഷ്പ്രയാസം കടന്നുപോയി പോരാ. ആ വീതിയിലേക്ക് കടക്കുന്ന മുമ്പുള്ളതായ പ്രധാന വാതിൽ അവർക്ക് വേണ്ടി സ്വതവേ ദൈവം തുറന്നു കൊടുക്കുകയായിരുന്നു. നിഷ്പ്രയാസം അതെല്ലാം കടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ഇന്ന് ഈ സമയം ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ഇരുമ്പ് വാതിലാകുന്ന തടസ്സങ്ങളുണ്ട് എങ്കിലും ഒറ്റ കാര്യം മാത്രമേ ഇന്ന് പകൽക്കാലം ഈ സമയത്ത് മനമുരുകിക്കൊണ്ട് വിശ്വാസത്തോടെ ആ യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഇതാ നിൻ്റെ പ്രിയമക്കൾ വചനം കേട്ട് വിറയ്ക്കുന്നവരായി ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ഒന്നൊന്നായി ഓർത്തുകൊണ്ട് ഇതാ കർത്താവേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഇപ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണല്ലോ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണല്ലോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണല്ലോ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണല്ലോ. യേശുവേ, നിൻ്റെ മക്കളെല്ലാവരും നീ അനുഗ്രഹിക്കുമാറാകണമേ. ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് നീ എഴുന്നള്ളിച്ചെല്ലുമാറാകണമേ. ഈ പ്രിയപ്പെട്ട മക്കളുടെ, പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇരിക്കുള്ള
കർത്താവായ വലിയ ഇരുമ്പ് വാതിലാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ എല്ലാം മാറ്റിക്കളയുമാറാകണമേ. എല്ലാം അനുഗ്രഹമായി മാറണമേ. സമാധാനവും സന്തോഷവും കൊടുക്കുമാറാകണമേ. എല്ലാ ഭവനങ്ങളിലും ക്രിസ്തുവിൻ്റെ പ്രകാശം ഉണ്ടാകണമേ, ഐശ്വര്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തെ ചോദിക്കുമ്പോൾ പിതാവാൻ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. Somebody